ചിറ്റൂരിൽ ഹോട്ടലുകളിൽ പരിശോധന. പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തു. നഗരസഭ ആരോഗ്യ വിഭാഗമാണ് പരിശോധന നടത്തിയത്. ചിറ്റൂർ തത്തമംഗലം നഗരസഭാ പരിധിയിൽ നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ ഇൻചാർജ് RS മധുവിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. 8 ഹോട്ടലുകളിൽ പരിശോധന നടത്തിയതിൽ 3 സ്ഥാപനങ്ങളിൽ നിന്നും പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ പിടിച്ചെടുത്തു. പിഴ ഈടാക്കുന്നതിന് നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ചിറ്റൂർ നഗരസഭയുടെ ആരോഗ്യ വിഭാഗം ഇന്ന് ഹോട്ടൽ ഇൻസ്പെക്ഷൻ നടത്തിയിരുന്നു. 8 ഹോട്ടലുകളിലാണ് ഇന്ന് ഇൻസ്പെക്ഷൻ നടത്തിയത്. അതിൽ 3 സ്ഥലത്തുനിന്ന് പഴകിയ ഭക്ഷണ വസ്തുക്കൾ ലഭ്യമായിട്ടുണ്ട്. വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഈ അവസരത്തിൽ, അതായത് ഭക്ഷണം മുഖാന്തരം രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന ഈ സാഹചര്യത്തിലും ഇപ്പോഴും പഴകിയ ഭക്ഷണങ്ങൾ പൊതുജനങ്ങൾക്ക് കൊടുക്കുക എന്ന് പറയുന്നത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. എന്നാലും ഇതിങ്ങനെ തുടർന്നു വരുന്ന ഹോട്ടലുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും അവർക്കെതിരെ നടപടി സ്വീകരിക്കാതിരിക്കാൻ കഴിയാത്തൊരു സാഹചര്യവും ഇവിടെ സംജാതമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇനിയും ഹോട്ടൽ ഇൻസ്പെക്ഷനുകൾ നഗരസഭയുടെ ഭാഗത്തു നിന്നുണ്ടാകും. ഒരു കാരണവശാലും നഗരസഭാ പരിധിയിൽ വരുന്ന ജനങ്ങൾക്കും അതുപോലെ തന്നെ ഹോട്ടലിനെ ആശ്രയിച്ച് കഴിഞ്ഞ് താമസിക്കുന്നവർക്കും പഴകിയ ഭക്ഷണങ്ങൾ കൊടുക്കാൻ യാതൊരു കാരണവശാലും നഗരസഭ സമ്മതിക്കത്തില്ല. അതിനുവേണ്ടുന്ന എല്ലാ നടപടികളും നഗരസഭയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതായിരിക്കും. പരിശോധനാ സ്ക്വാഡിൽ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ വി വിനയ്, എ അനിത, ആദർശ് എന്നിവർ പങ്കെടുത്തു. ഹോട്ടലുകളിലും തട്ടുകടകളിലും തുടർന്നും പരിശോധന നടത്തി. അടച്ചുപൂട്ടലുകൾ ഉൾപ്പെടെയുള്ള കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ബി കൃഷ്ണലീല, സെക്രട്ടറി MS ശ്രീരാഗ് എന്നിവർ അറിയിച്ചു. അണിക്കോട്, അമ്പാട്ടുപാളയം, മാർക്കറ്റ് കോംപ്ലക്സ് എന്നിവിടങ്ങളിലെ ഗ്രാൻഡ് പ്ലാസ, തൃപ്തി, 78 എന്നീ ഹോട്ടലുകളിലാണ് പഴകിയ ഭക്ഷണം പിടികൂടി നശിപ്പിച്ചത്. UTV ന്യൂസ്, പാലക്കാട്.